dear friends, വീണ്ടും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. ഇന്നും ഞാൻ ഒരു കണ്ണൂർ സ്പെഷ്യൽ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കക്രോട്ടിന്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഇത് കുറച്ചൊരു ഹെവി ഫുഡാണ്. നമ്മൾ ഗസ്റ്റ് ഒക്കെ വരുമ്പോഴൊക്കെ ഒരു സ്പെഷ്യൽ ആയിട്ട് തയ്യാറാക്കുന്ന ഒരു ഫുഡാണിത്. പേഴ്സണലായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഫുഡാണിത്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. അപ്പോൾ നമുക്ക് കക്രോട്ടി ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് വേണ്ട സാധനങ്ങളാണിത്. നമുക്ക് ആദ്യം തന്നെ വേണ്ടത് സവാള വേണം. ഞാനിപ്പോൾ 2 മീഡിയം സൈസുള്ള സവാള എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില, പിന്നെ 2 തക്കാളി അരിഞ്ഞത്, പിന്നെ വേണ്ടത് നമുക്ക് കുറച്ച് വെളുത്തുള്ളിയും അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചിയും പച്ചമുളകാണ്. പച്ചമുളകൊക്കെ നിങ്ങൾ ഓരോരുത്തർ എരിവിനനുസരിച്ചിട്ട് എടുക്കുക. പിന്നെ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ചിക്കനാണ്. 1 കിലോ വരുന്ന ചിക്കനാണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത്. ചിക്കന് പകരം നിങ്ങൾക്ക് ബീഫോ മട്ടനോ വെച്ചിട്ട് നിങ്ങൾക്ക് തയ്യാറാക്കാം. ഇനി ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുക്കാം. അതിലോട്ടേക്ക് നമ്മളിപ്പോൾ അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾക്ക് ബിരിയാണിക്കൊക്കെ നമ്മളൊന്ന് ചതച്ചെടുക്കാറില്ല, അതുപോലെ ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ഇവിടെ ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് മസാല തയ്യാറാക്കാം. മസാല തയ്യാറാക്കാൻ വേണ്ടി നമുക്കിവിടെ ഒരു പാത്രം വെക്കാം. പാത്രം നല്ലവണ്ണം തന്നെ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലോട്ടേക്ക് ഒരു 3-4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലോട്ടേക്ക് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ സവാള ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മളിതിൽ ചേർത്തിട്ടുള്ള സവാളൻ്റെ കളറൊന്ന് ചേഞ്ചായി വരണം, അതുവരെ ഒന്ന് വഴറ്റാം. സവാളൻ്റെ കളറൊന്ന് ചേഞ്ച് ആയിട്ട് വരുമ്പോൾ നമ്മൾ ആദ്യം ചതച്ച് മാറ്റി വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരൊന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ ഒരു റോസ് സ്മെല്ലൊന്ന് മാറി വരുമ്പോൾ ഇതിലോട്ടേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയും കൂടി ചേർത്തിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. തക്കാളി നല്ലവണ്ണം ഒന്ന് ഉടഞ്ഞ് വരണം, അതുവരെ നന്നായിട്ടൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ തക്കാളിയൊക്കെ നല്ലവണ്ണം തന്നെ ഉടഞ്ഞിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ്. ഇനി നമുക്ക് സ്റ്റൗ ലോ ഫ്ലെയിമിലാക്കിയിട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ ഗരം മസാല പൊടിയും ചേർക്കാം. ഇനി പൊടികളെല്ലാം ചേർത്തിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. നമ്മൾ ആ ഒരു പച്ചമണം മാറി വരണം പൊടികളുടെ, അതുവരെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. 1-2 മിനിറ്റ് നല്ലവണ്ണം തന്നെ ഇതുപോലെ വഴറ്റിയെടുക്കുക. ഇനി ഇതിലോട്ടേക്ക് നമ്മൾ കഴുകി മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കനും ചേർത്തിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഇനി ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ചിക്കൻ വേകാൻ ആവശ്യമായിട്ടുള്ള 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കണം. അപ്പം നല്ലവണ്ണം തന്നെ ഇവിടെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചിക്കൻ വേകാൻ വേണ്ടി നമുക്കിവിടെ അടച്ചു വെച്ചിട്ട് ഒരു 15-20 മിനിറ്റ് വരെ നമുക്ക് വേവിച്ചെടുക്കാം. ചിക്കൻ വേകുന്ന സമയം കൊണ്ട് നമുക്ക് കുഞ്ഞുറോട്ടിക്കുള്ള മാവ് തയ്യാറാക്കാം. ഇതിന് വേണ്ടി ഒരു മിക്സിയുടെ ജാറിലോട്ടേക്ക് 1 കപ്പ് പച്ചരി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1.5 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് കഴുകി എടുത്തിട്ടുള്ള പച്ചരിയാണ്. അപ്പോൾ 1 കപ്പ് പച്ചരിക്ക് 1 കപ്പ് തേങ്ങയാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ ഇതിലോട്ടേക്ക് ഒരു സവാള കട്ട് ചെയ്തിട്ട് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി സവാളയ്ക്ക് പകരം നിങ്ങൾക്ക് കുഞ്ഞുള്ളി ഉണ്ടെങ്കിൽ ഒരു 5-6 കുഞ്ഞുള്ളി കൂടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണോളം വലിയ ജീരകവും കൂടി ചേർക്കാം. അരക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ഒതുക്കിയെടുക്കാം. കൂടുതൽ പേസ്റ്റ് പോലെ അരച്ചെടുക്കരുത്. ഇനി നമ്മൾ ഒതുക്കി വെച്ചിട്ടുള്ള ഈ ഒരു മാവ് നമുക്കൊരു വലിയൊരു ബൗളിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. അത്യാവശ്യം വലിയൊരു ബൗൾ തന്നെ എടുക്കാം. നമ്മൾ ഇതിൽ തന്നെയാണ് പൊടികൾ ഇട്ട് കുഴച്ചെടുക്കുന്നത്. ഇനി ഇതിലോട്ടേക്ക് ഒരു 1/4 ടീസ്പൂണോളം വലിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് ഒറോട്ടിക്കുള്ള പൊടി ഇട്ട് കൊടുക്കാം. അതായത് നമ്മൾ പത്തലിനൊക്കെ എടുക്കുന്ന പൊടിയില്ലേ, അതാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾ പത്തിരിപ്പൊടി അതായത് നൈസ് പത്തിരിൻ്റെ പൊടിയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഞാൻ ആദ്യം ചേർത്തിട്ടുള്ള പച്ചരി ഒഴിവാക്കാം. തേങ്ങയും ബാക്കി കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് അരച്ചാൽ മതി. എന്നിട്ട് പത്തിരിപ്പൊടി ഇട്ടിട്ട് നല്ല ചൂട് വെള്ളത്തിൽ വേണം കുഴച്ചെടുക്കാൻ. ഇപ്പോൾ ഒറോട്ടിൻ്റെ പൊടി ആയതുകൊണ്ട് നമ്മൾ ചൂടുവെള്ളത്തിൽ കുഴക്കണ്ട, പച്ചവെള്ളത്തിൽ തന്നെ കുഴച്ചെടുത്താൽ മതി. അപ്പോൾ നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ കുഴച്ചെടുക്കാം. നമ്മളെ മാവ് ഇതുപോലെ പരത്തിയെടുക്കാനും ബോൾ പോലെ പരത്തിയെടുക്കാനും ഒക്കെ കഴിയണം. ഈ ഒരു നിലയിലാണ് നമുക്ക് വേണ്ടത്. ഇനി നമ്മുടെ ചിക്കനൊക്കെ വെന്തിന് നോക്കാം. ഇവിടെ പാകത്തിന് തന്നെ ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഗ്രേവി കുറച്ച് തിക്കായിട്ടാണ് വേണ്ടത്. ഇനി പാകത്തിന് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ ഒന്ന് നന്നായിട്ട് തിളക്കുമ്പോൾ ഇതിലോട്ടേക്ക് ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ഇതിന് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അരിമാവ് നമുക്ക് കുഞ്ഞുറോട്ടിൻ്റെ ഷേപ്പിലാക്കി എടുക്കാം. ആദ്യം നമുക്ക് കുറച്ച് ഓയിൽ എടുക്കാം ഒരു ചെറിയൊരു ബൗളിലോട്ടേക്ക്. എന്നിട്ട് നമുക്കൊന്ന് ഞാനിപ്പോൾ അലൂമിനിയം ഫോയിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിൻ്റെ പകരം ഇലയും എടുക്കാം, വാഴയിലയും കൂടി എടുക്കാം. ഇനി അതിലോട്ടേക്ക് ഇത്തിരി ഓയിലും തടവി കൊടുക്കാം. എന്നിട്ട് നമ്മൾ അരിമാവിൽ നിന്നും ഒരു വലിയൊരു മാവ് എടുക്കാം.
ഒരു വലിയൊരു ബോൾ പോലെ ആക്കിയിട്ട് എടുക്കുക. അതിൽ നിന്ന് നമുക്ക് കുറച്ചൊന്ന് പരത്തിയതിന് ശേഷം ചെറിയൊരു ബോളാക്കി എടുക്കുക. എന്നിട്ട് ഉള്ളം കൈയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക. എന്നിട്ട് വിരൽ വെച്ചിട്ട് ഒന്ന് നെടുക്കൊന്ന് സെൻറ്ററിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് കിട്ടുക. നമ്മൾ ഉണ്ടാക്കുന്ന എല്ലാവരും ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ കുഞ്ഞറൊട്ടി ഉണ്ടാക്കൽ. അപ്പോൾ നമ്മൾ ഈ ഒരു ഷേപ്പിൽ എന്തിനാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ ചേർക്കുന്ന മസാലയൊക്കെ നല്ലവണ്ണം തന്നെ ഗ്രേവി ഒരു അരിമാവിൽ നല്ലവണ്ണം പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഷേപ്പിലാക്കുന്നത്. പിന്നെ കുറേ അധികം നിങ്ങൾ മാവൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മൾ 1-2 പേരൊക്കെ ഒന്നിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ എളുപ്പത്തിൽ നമ്മൾ പണി കഴിയും. പിന്നെ കുറച്ചൊക്കെ ആണെങ്കിൽ നമുക്ക് തന്നെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. കുഞ്ഞു ഷേപ്പിൽ കുഞ്ഞറോട്ടി ഉണ്ടാക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ മസാലയൊക്കെ നല്ലോണം പിടിക്കും. കുറച്ച് വലുതായി കഴിഞ്ഞാൽ അതിൽ എത്ര മസാല പിടിക്കൂല. അപ്പോൾ ഒരു സെറ്റായിട്ട് വരുമ്പോൾ ആവി ചെമ്പിൽ വെള്ളം വെച്ചിട്ട് നല്ലവണ്ണം ആവി വരുമ്പോൾ നമുക്കിത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 20-30 മിനിറ്റ് വരെ നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കുക. അരിയായതുകൊണ്ട് കുറച്ച് സമയം എടുക്കും. അപ്പോൾ നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കുക. അടുത്ത ട്രിപ്പിന് കുഞ്ഞറോട്ടി ഉണ്ടാക്കാൻ വേണ്ടി എൻ്റെ മോള് കൂടി ഹെൽപ്പിന് വന്നിട്ടുണ്ട്. അവൾക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അവളുണ്ടാക്കുമ്പോൾ കുറച്ച് ഷേപ്പൊക്കെ അങ്ങനെയൊക്കെ ആവും. അതൊന്നും പ്രശ്നമല്ല. പിന്നെ ഞാൻ പത്തൽ ഉണ്ടാക്കുമ്പോഴൊക്കെ അവളും വരും കുറച്ച് മാവുതാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവളും അവളുടേതായ നിലയിൽ അവൾ പരത്തിയിട്ടിടും. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ വലുതാവുമ്പോൾ ഓർക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ. ഞാനും ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് വെന്ത് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ തണുത്തതിന് ശേഷം ഞാനിപ്പോൾ കുഞ്ഞറോട്ടി എല്ലാം തന്നെ എടുത്തിട്ട് വേറൊരു പ്ലേറ്റിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചൂടോടുകൂടി നമുക്കിത് എടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഒട്ടിപ്പിടിക്കും. കുറച്ച് തണുത്തതിന് ശേഷം മാത്രമേ നമുക്ക് എടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ അടർത്തിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഗ്രേവിയും കുഞ്ഞറോട്ടിയും എങ്ങനെയാണ് മിക്സ് ചെയ്യുന്നത് നോക്കാം. ഇനി ഒരു കുഴിയുള്ളൊരു അത്യാവശ്യം ഒരു വലിയൊരു പാത്രം തന്നെ എടുക്കുക. ഇതിലോട്ടേക്ക് 1 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുക. ഇതൊരു സ്പെഷ്യൽ മിക്സിംഗ് ആണ് കേട്ടോ. ഇങ്ങനെയൊക്കെ ചെയ്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുന്നത്. ഇതിലോട്ടേക്ക് ഒരു ചെറിയൊരു പീസ് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്കിനി നെയ്യ് ഇഷ്ടമില്ലെങ്കിൽ ഈ ഒരു ഭാഗം ഒന്ന് സ്കിപ്പ് ചെയ്തെടുക്കാം കേട്ടോ. പക്ഷെ നമ്മൾ നെയ്യ് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് ഉണ്ടാവുന്നത്. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാളൻ്റെ ഒരു കളറിന് ചേഞ്ചായി വരണം. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് നമ്മുടെ ഗ്രേവി ചേർത്ത് കൊടുക്കാം. ഇനി ഒന്നുമില്ല, നമ്മളെ കുഞ്ഞറോട്ടിയൊക്കെ ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇപ്പം ഗ്രേവി നിങ്ങൾക്ക് കുറച്ച് കൂടുതലായിട്ട് തോന്നും, പക്ഷെ അല്ല, നമ്മളൊന്ന് ഇരുന്ന് കഴിയുമ്പോൾ നല്ല സെറ്റായിട്ട് വരും. പിന്നെ ഇത് ചൂടോടുകൂടി കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ നല്ലത് ഒന്ന് തണുത്തിട്ട് കഴിക്കുന്നതാണ്. അപ്പോൾ നല്ല സെറ്റായിട്ട് നല്ല ടേസ്റ്റായിട്ട് വരും. അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് കരുതുന്നു. ലാസ്റ്റ് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. ഭയങ്കര ടേസ്റ്റാണ് ഈ കുഞ്ഞറോട്ടിക്ക്. അപ്പോൾ നമ്മൾ നല്ലൊന്ന് ഗ്രേവിയൊക്കെ ഒന്ന് സെറ്റായിട്ട് വരുമ്പോൾ നമുക്കിതുപോലെ ഒന്ന് പ്ലേറ്റിലോട്ടേക്ക് മാറ്റി കൊടുക്കാം. കണ്ടില്ലേ, നല്ല സെറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമുക്കിനി ഒരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ കണ്ണൂർക്കാരുടെ ഫേവറേറ്റ് ആണ് കേട്ടോ. പിറ്റേന്നാകുമ്പോൾ ഒന്നുകൂടി സെറ്റായിട്ട് നല്ല ടേസ്റ്റായിട്ട് വരും. പിന്നെ പത്തിരിപ്പൊടി വെച്ചിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ എല്ലാവർക്കും ചെയ്യാനും പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇതിന് ഓരോരുത്തർ ഓരോ പേര് വിളിക്കുന്നുണ്ട്. ചില ഭാഗത്ത് ഇതിനെ കക്കറോട്ടി എന്നും കുഞ്ഞറോട്ടി അല്ലെങ്കിൽ കുഞ്ഞിപ്പത്തൽ, ആണപ്പത്തൽ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് കരുതുന്നു. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് വീണ്ടും മറ്റൊരു നല്ലൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു.